ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവം എനിക്ക് ആരാണ്? എപ്രകാരമാണ് ഞാൻ ദൈവത്തെ മനസ്സിലാക്കുന്നത്? ദൈവം എൻ്റെ രക്ഷകനാണ്. ഈശോ ലോകത്തിൻ്റെ രക്ഷകനാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടതിൻ്റെ ഓർമ്മകളാണല്ലോ ഈ ദനഹാകാലത്തിൽ നാം പ്രധാനമായും അനുസ്മരിക്കുന്നത്. ഇപ്രകാരം ദൈവത്തെ നമ്മുടെ രക്ഷകനായി മനസ്സിലാക്കുന്നതിൽ, അനുഭവിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന ചില വസ്തുതകളെക്കുറിച്ചാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് നാം കേട്ടു, ജോഷുവയോട് ദൈവം പറയുന്നു, ഭയം വേണ്ട, ദൈവമായ കർത്താവ് ഈ ജനത്തെ നയിക്കും. ഇസ്രായേലിനെ വാഗ്ദാന നാട്ടിലേക്ക് നയിക്കാനുള്ള നിയോഗം മോശയിൽ നിന്ന് ജോഷുവ കയ്യേൽക്കുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന ഉറപ്പാണ്, ഭയം വേണ്ട, ദൈവമായ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും. രണ്ടാമത്തെ വായനയിൽ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും നാം ശ്രവിച്ചു, കൃമിയായ ഇസ്രായേലെ ഭയപ്പെടേണ്ട, ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ഇസ്രായേൽ തൻ്റെ വലിപ്പച്ചെറുപ്പങ്ങളെക്കുറിച്ചോ സൈനിക ശേഷിയെക്കുറിച്ചോ ആയുധബലത്തെക്കുറിച്ചോ ആശങ്കപ്പെടേണ്ടതില്ല. അവൻ എത്ര ചെറിയവനാണെങ്കിലും ദൈവമായ കർത്താവ് അവൻ്റെ കൂടെയുണ്ടാവും. മൂന്നാമത്തെ വായനയിൽ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നത് നാം കേട്ടു, പിന്നിലുള്ളവയെ എല്ലാം വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ അനുഭവിക്കുന്നതിൽ നിന്ന് ജോഷുവയെ, ഇസ്രായേലിനെ, പൗലോസിനെ എന്തൊക്കെയോ കാര്യങ്ങൾ പിന്തിരിപ്പിച്ചപ്പോൾ അവിടെയെല്ലാം ദൈവം ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയം വേണ്ട. ഭയപ്പെടാതെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു വലിയ ക്ഷണം ഇന്നത്തെ ഈ ആദ്യ 3 വായനകൾ നമുക്ക് തരുന്നുണ്ട്. നാലാമത്തെ വായനയായ സുവിശേഷത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോ കടൽ തീരത്ത് ചെയ്യുന്ന അത്ഭുതങ്ങളും പിന്നീട് ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതുമായ ഭാഗങ്ങളാണ്. അതിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കേണ്ട, നാം ധ്യാന വിഷയമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്യമായി എനിക്ക് തോന്നുന്നത്, ജനക്കൂട്ടത്തിൻ്റെ ഞെരുക്കത്തിൽ പെടാതിരിക്കാൻ ഒരു വള്ളം ഒരുക്കി നിർത്താൻ അവൻ തൻ്റെ ശിഷ്യരോട് ആവശ്യപ്പെടുന്നു. ബൈബിളിൻ്റെ ഭാഷയിൽ ജനക്കൂട്ടം ബാഹ്യമായ തടസ്സങ്ങളുടെ, പ്രതിബന്ധങ്ങളുടെ ഒരു വലിയ പ്രതീകമാണ്. ജൈറോസിന് ജനക്കൂട്ടം തടസ്സമായിരുന്നല്ലോ, രക്തസ്രാവക്കാരിക്കും ജനക്കൂട്ടം തടസ്സമായിരുന്നു. ജനക്കൂട്ടത്തെ ഭയന്നാണല്ലോ നട്ടുച്ചയ്ക്ക് സമരിയാക്കാരി വെള്ളം കോരാൻ വന്നത്. അന്ധനായ യാചകനും ജനക്കൂട്ടം തടസ്സമാകുന്നതും അവൻ്റെ നിലവിളി പോലെ ഉയർന്ന പ്രാർത്ഥനയെ ജനക്കൂട്ടം നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നതിനെ നമ്മൾ കാണുന്നു. സിറോഫിനീഷ്യൻ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി യാചിക്കാൻ വരുമ്പോൾ അവളെ നിശബ്ദയാക്കാനായിട്ട് ശിഷ്യന്മാരും പറഞ്ഞയക്കാനായിട്ട് അപ്പസ്തോലന്മാരൊക്കെ ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇപ്രകാരം ദൈവത്തെ കാണുന്നതിൽ നിന്നും ദൈവകൃപകളെ സ്വീകരിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്ന ബാഹ്യമായ എന്തിനേയും ജനക്കൂട്ടമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. ഓശാന പാടി ഈശോയെ എതിരേറ്റവർ തന്നെയാണ് പിന്നീട് കുരിശിൻ്റെ വഴികളിലേക്ക് അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോയതെന്നുള്ള ഒരു ചിന്തയുണ്ട്. ജനക്കൂട്ടം വ്യക്തമായ നിലപാടുകളില്ലാത്ത, സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ പേരാണ്, പര്യായമാണ്. ഇന്ന് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം ധ്യാനിക്കുമ്പോൾ നാം പരിശോധിക്കേണ്ടത്, ദൈവത്തെ എൻ്റെ രക്ഷകനായി മനസ്സിലാക്കുന്നതിൽ നിന്ന്, അനുഭവിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന ജനക്കൂട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ ജനക്കൂട്ടങ്ങൾ 2 തരത്തിലുള്ളവയാകാം. ഒന്ന്, ബാഹ്യമായ തരത്തിലുള്ളവ. അത് ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളും ഞാൻ വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങളും ഞാൻ മാതൃകയായി സ്വീകരിച്ചിരിക്കുന്ന വസ്തുതകളും ഒക്കെയാണ്. ജൈറോസിനെയും രക്തസ്രാവക്കാരിയെയും സക്കയൂസിനെയും ഒക്കെ തടയുന്ന ബാഹ്യമായ സാഹചര്യങ്ങൾ പോലെയുള്ള ജനക്കൂട്ടങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലും കണ്ടുവന്നത്. രണ്ടാമത്തേത് ആന്തരികമായ ഒരു ജനക്കൂട്ടമാണ്. അത് നമ്മെപ്പോലെ തന്നെ പ്രിയങ്കരമായി കരുതുന്ന, ഓമനിച്ച് മറ്റാരെയും കാണിക്കാതെ ഉള്ളിൽ കരുതുന്ന ചില ഭാവങ്ങളും ആഗ്രഹങ്ങളും ചില സ്വകാര്യ പാപങ്ങളുമാണ്. സക്കേവൂസിന് തൻ്റെ ഉയരക്കുറവ് മാത്രമായിരുന്നില്ലല്ലോ പ്രശ്നം, ധനത്തോടുള്ള അമിതമായ ആസക്തികളായിരുന്നല്ലോ. യൂദാസിനെയും ധനാസക്തി പുറകോട്ട് വലിക്കുന്നത്, ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതിനെ നമ്മൾ കാണുന്നുണ്ട്.
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ആന്തരികവും ബാഹ്യവുമായ ജനക്കൂട്ടങ്ങൾ കടന്നു വരാം. ദൈവത്തിൻ്റെ വിളി കേട്ട് അവനെ അനുഗമിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഇറ്റലിയിൽ, അസീസിയിൽ. ഫ്രാൻസിസ് എന്നായിരുന്നു അവൻ്റെ പേര്. ഒരു സ്വപ്നത്തിൽ അവരൊരു സ്വരം കേട്ടു, എൻ്റെ പള്ളി നീ പണിയുക. ആ ആഹ്വാനത്തിന് ചെവി കൊടുത്തുകൊണ്ട് അവൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവൻ്റെ പിതാവും ലോകവും അവന് തടസ്സമായപ്പോൾ അസീസിയിലെ മെത്രാൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ പിതാവ് കൊടുത്ത വസ്ത്രം പരിപൂർണമായും ഉരിഞ്ഞെടുത്ത് പിതാവിൻ്റെ കൈകളിൽ കൊടുത്തുകൊണ്ട് അവൻ പറയുന്ന ഒരു വാക്യമുണ്ട്, ഇനി എനിക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തെ പിതാവായി കരുതാൻ, അനുഭവിക്കാൻ, രക്ഷകനായി മനസ്സിലാക്കാൻ നമ്മെ തടയുന്നവയിൽ നിന്നുള്ള ഒരു യാത്ര പറച്ചിലാവട്ടെ നമ്മുടെ ഇന്നത്തെ ഈ സുവിശേഷ ധ്യാനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.